ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഏറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കേരളത്തിലെ യൂട്യൂബേഴ്സിന് അപൂർവമായിട്ട് മാത്രം കിട്ടിയിട്ടുള്ള 3-4 യൂട്യൂബേഴ്സിന് മാത്രം കിട്ടിയിട്ടുള്ള ഒരു അപൂർവ ബഹുമതിയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഗോൾഡൻ പ്ലേ ബട്ടൺ. എനിക്കും അത് കഴിഞ്ഞ ദിവസം കിട്ടിയിരിക്കുന്നു. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. സാധാരണ ഇതിൽ ഇങ്ങനെ ഒരു യൂട്യൂബ് പ്ലേ ബട്ടൺ കിട്ടിക്കഴിഞ്ഞാൽ അത് അൺബോക്സ് ചെയ്യുന്നത് പല രീതിയിലാണ്. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് എൻ്റെ കുട്ടികൾ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, സാർ നമുക്ക് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ വേണം അൺബോക്സ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കുട്ടികളുടെ സാന്നിധ്യത്തിലാണ് അൺബോക്സ് ചെയ്തിരിക്കുന്നത്. ആ ചെയ്തതിൻ്റെ ധന്യ മുഹൂർത്തങ്ങൾ, നല്ല നിമിഷങ്ങളിൽ കുറച്ച് കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പങ്കെടുപ്പിക്കുന്ന കുട്ടികളുടെ ഒരു സന്തോഷമായിരുന്നു അവരുടെ ഒരു അൺബോക്സിങ്, അല്ലെങ്കിൽ അവരുടെ കൂടെ അൺബോക്സ് ചെയ്യണമെന്നുള്ളത്. നല്ല കരഘോഷത്തിലൂടെ അവർ നമ്മളെ സ്വീകരിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നി. ഇത് എൻ്റെ പ്രിൻസിപ്പാളും സഹപ്രവർത്തകരൊക്കെയാണ്. ഇനി ഇവിടെ അൺബോക്സ് ചെയ്യാണ്. അൺബോക്സിന് വേണ്ടി അതിൻ്റെ സ്റ്റിക്കർ അഴിച്ച് ഞാനൊരു കാര്യം പറയാം. യൂട്യൂബ് ആകെ കുറച്ച് പേർക്ക് മാത്രമേ ഗോൾഡൻ പ്ലേ ബട്ടൺ നൽകിയിട്ടുള്ളൂ. ഇതൊരു അവാർഡാണ്. ഇതിനകത്ത് ഉള്ളത് എന്ത് എന്നതല്ല, സത്യത്തിൽ ലോകത്ത് തന്നെ 100-400 പേർക്ക് മാത്രമേ ഗോൾഡൻ പ്ലേ ബട്ടൺ കൊടുത്തിട്ടുള്ളൂ. കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മലയാളികൾക്കും ഏതാണ്ട് 4-5 പേർക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതിലൊരാളാവാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഓക്കെ, തുറക്കട്ടെ. എല്ലാവർക്കും സമ്മതമല്ലേ? ഓക്കെ. ഓക്കെ, ഇതാണ് ഗോൾഡൻ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഗൂഗിളിൻ്റെ CEO സൈൻ ചെയ്ത ഒരു ലെറ്റർ കൂടെ ഉണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് അതുകൂടെ ഉണ്ട്. എല്ലാവരെയും കാണിക്കുന്നു. കുട്ടികളുടെ കരഘോഷം, കുട്ടികൾ അതിൻ്റെ കൂടെ ആഘോഷം ഏറ്റെടുത്തിരിക്കുകയാണ്. എൻ്റെ സ്വന്തം മക്കളാണ്. ആ ഒരു സ്പെഷ്യൽ ക്ലാപ്പ് എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. ഞാൻ വളരെ സന്തോഷമാണ്. ക്ലാപ്പ് സല്യൂട്ട് എന്ന പേരും കൊടുത്തിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ, ഇപ്പോൾ ഇവിടെ അധ്യാപകരൊക്കെ പറഞ്ഞതുപോലെ ഇത് ഒരു റെയറായ കാര്യമൊന്നുമല്ല. ആർക്ക് വേണമെങ്കിലും ശ്രമിച്ചാൽ നേടാവുന്നതാണ്. ഞാനൊരു 16-17 മാസം കൊണ്ട് എനിക്കിത് നേടാൻ പറ്റിയിട്ടുണ്ട്. ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്നെനിക്ക് തോന്നിയ ഒരു അവാർഡാണ്. അപ്പോൾ ഇതുപോലെ എന്ത് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് തീരുമാനിച്ചാൽ, നല്ല പെർസീവിയറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓരോരുത്തരുടെയും, ലോകത്ത് ഏറ്റവും കൂടുതൽ വിജയിച്ച ആളുകളുടെയൊക്കെ പുറകിൽ കഷ്ടപ്പാടിൻ്റെ വലിയൊരു കഥയുണ്ടാവും. എൻ്റെ ജീവിതത്തിലും അതുപോലെ ധാരാളം കഷ്ടപ്പാടുകളുടെ കഥകളുണ്ട്. ആ കഥകൾ ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തൊന്ന് നേടണം എന്നാഗ്രഹിക്കുന്നോ, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് പോലെ നമുക്കൊരു 3 Cയുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ നല്ല ക്ലാരിറ്റി വേണം. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഏതാണ് എൻ്റെ സാഹചര്യം, എൻ്റെ സാമ്പത്തിക അവസ്ഥ എന്താണ്, എൻ്റെ പാരൻസ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണ നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രം പോരാ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല കൺസിസ്റ്റൻസിയാണ്, പെർസീവിയറൻസ്. നമ്മൾ ചെയ്യുന്ന ജോലി സ്ഥിരമായി ചെയ്യാൻ പറ്റുക. പഠിക്കുന്ന കുട്ടികളായ നിങ്ങൾ എല്ലാ ദിവസവും കൃത്യസമയത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇനി അതല്ല നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതല്ല മറ്റെന്തെങ്കിലും, അല്ലാതെ ഇപ്പോൾ യോഗ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ആഴ്ചയിൽ ഒരു തവണ ചെയ്തു പിന്നെ ചെയ്യാൻ മറന്നുപോയി, അങ്ങനെയല്ല. യൂട്യൂബിൻ്റെ കാര്യത്തിൽ എനിക്കും അങ്ങനെയാണ് വിജയിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയത്. കാരണം എന്ത് നെഗറ്റീവ് കമൻറ്റ് വന്നാലും, ആരെതിർത്ത് കഴിഞ്ഞാലും, ഞാൻ ചെയ്യുന്നത് ശരിയെന്ന് അറിയുന്നിടത്തോളം കാലം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് വീഡിയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം നേടണമെങ്കിൽ യാതൊരു തടസ്സവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. എല്ലാ തടസ്സങ്ങളെയും നമുക്ക് മാറ്റാം. എനിക്കൊക്കെ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ വാങ്ങാൻ പറ്റുമെങ്കിൽ ലോകത്ത് ആർക്കും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെ ഹൈ IQ ഉള്ള ആളാണെന്നോ മെമ്മറി കപ്പാസിറ്റി ഉള്ള ആളാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ തോൽക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതിന് ശേഷമാണ് എനിക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. ആ തിരിച്ചറിവുകളിൽ നിന്ന് നന്നായിട്ട് അധ്വാനിക്കുകയും ആ അധ്വാനം തുടർച്ചയായി പോവുകയും ചെയ്തപ്പോൾ പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ നല്ല രീതിയിൽ എനിക്ക് വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞു, ജോലിയിൽ നേടാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഒരൊറ്റ വർഷം കൊണ്ട് യൂട്യൂബും. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാവിധ ആശംസകളും.